أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وعنده مفاتح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. يا مالك الملك ما لي من نلوذ به سواك عند نزول الكرب والنقم. أدعوك وحدك يا من لا شريك له دعاء معترف بالذنب والندم. يا واحدا صمدا يا ماجدا أبدا يا حافظا رازقا للخلق كلهم. برئت من مشرك غاو وذي شبه وكل مبتدع في الدين متهم. يا رب فاهد حيار المسلمين وهب رشدا لهم واكفهم من فتنة الأمم. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വെങ്കിടങ്ങ് പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മഹത്തായ ദീനീ വിജ്ഞാന സദസ്സിലാണ് നാം എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ഈ സദസ്സിൽ വന്നു ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, സഹോദരീ സഹോദരന്മാർ, എല്ലാവരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്.
തൃശ്ശൂർ ജില്ലയുടെ ഭാഗമായ ഈ പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടി എന്ന നിലക്ക് ഈ മാസം അവസാനം തൃശ്ശൂർ ജില്ലയിലെ ശ്രദ്ധാകേന്ദ്രമായ ദീനീ സ്ഥാപനമായ കയ്പമംഗലം ബുസ്താനുൽ-ഉലൂം അറബി കോളേജിൻ്റെ വാർഷിക മഹാസമ്മേളനം ഈ മാസം അവസാനം നടക്കാൻ പോകുന്നു എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി. അതുപോലെ കേരളം കാതോർക്കുന്ന മഹനീയമായ ഒരു സംസ്ഥാന സമ്മേളനം ഈ വർഷം തന്നെ ഡിസംബറിൽ അവസാനത്തിൽ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ആധികാരികവും ഔപചാരികവുമായ പ്രഖ്യാപന സമ്മേളനം അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഇന്നലെ എറണാകുളം മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിൽ നടന്നു കഴിഞ്ഞു. അല്ലാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം കേരളത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും ഇനി വരുന്ന മാസങ്ങളിലൂടെ നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് എന്ന പ്രത്യേകമായ ഒരു ടൈറ്റിലിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ തൗഹീദിൻ്റെ സന്ദേശം ഇൻഷാ അല്ലാഹ് അലയടിക്കാൻ പോവുകയാണ്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വക്താക്കളായ ആളുകൾക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ആദർശ കണിശതയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് എന്ന മഹത്തായ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ കേരളീയ മുസ്ലിം സമൂഹത്തിന് വിശ്വാസപരമായ കാര്യങ്ങൾ തൊട്ട് എല്ലാ മേഖലകളിലേക്കും മുജാഹിദ് പ്രസ്ഥാനം നൽകിയ കരുത്തുറ്റ സംഭാവനകളെ ജനസമൂഹം ഉൾക്കൊള്ളും, തിരിച്ചറിയും, പഠിച്ചറിയും എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാഹി കേരളം കാത്തു നിൽക്കുന്ന ഈ സമ്മേളനങ്ങളെ മുഴുവനും മഹാവിജയമാക്കി തൗഹീദി രംഗത്ത് ശക്തമായ മുന്നേറ്റത്തിന് അവയെല്ലാം നിമിത്തമാക്കി തീർത്തുകൊണ്ട് അല്ലാഹു എല്ലാ നിലക്കുമുള്ള വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ജനങ്ങളോട് ഏത് കാലഘട്ടങ്ങളിലും സ്നേഹത്തോടുകൂടി പറയാനുള്ളത്, ജനങ്ങളെ, നാം എല്ലാം മനുഷ്യരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ്. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങളുടെ മുഴുവൻ സ്രഷ്ടാവ്, അത് നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നാഥൻ, പ്രപഞ്ചത്തിൻ്റെ നാഥനായ ഏകനായ അല്ലാഹു റബ്ബുൽ ആലമീൻ മാത്രമാണ്. അവനിൽ നിന്നാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള ഏത് ജന്തുജാലങ്ങളാണെങ്കിലും സസ്യലതാദികളാണെങ്കിലും അല്ലാഹു ഒഴികെയുള്ള ഇവിടെ കാണുന്നത് മുഴുവനും സൃഷ്ടികളാണ്. സ്രഷ്ടാവ് അല്ലാഹു റബ്ബുൽ ആലമീൻ മാത്രമേയുള്ളൂ. അവനല്ലാതെ യാതൊന്നും ഒന്നിനെയും പടച്ചിട്ടില്ല. അവനല്ലാതെ ആർക്കും ഒന്നും നൽകുന്നവരില്ല. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്,
നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അതെല്ലാം അല്ലാഹുവിങ്കൽ നിന്നാകുന്നു എന്ന് ആ റബ്ബുൽ ആലമീൻ നമ്മെ അറിയിക്കുമ്പോൾ അതിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് ആവശ്യപ്പെടുന്നത്, മനുഷ്യരെ, നിങ്ങളുടെ സൃഷ്ടാവ് ഏകനായ സൃഷ്ടാവാണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നവൻ അവനാണ്. ലോകത്തുള്ള സർവരെയും പടിപടിയായി വളർത്തി പരിപാലിച്ചു കൊണ്ടുവരുന്ന യജമാനൻ അവൻ മാത്രമാണ്. അവനാണ് എല്ലാ നിലക്കും മനുഷ്യരോടും ജന്തുക്കളോടും എല്ലാത്തിനോടും കരുണ ചെയ്യുന്നവൻ. മാത്രമല്ല മനുഷ്യരെ, നിങ്ങളുടെ ഈ ലോകത്തെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ലോക ജീവിതത്തോടുകൂടി ജീവിതം അവസാനിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ നിങ്ങളതാ മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതേ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും അത് മുഴുവനും നിങ്ങളോട് കണക്ക് ചോദിക്കുകയും കിട്ടിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ ചോദ്യം അല്ലാഹുവിൻ്റെ അടുക്കൽ ഉണ്ടാവുകയും ചെയ്യും. അത് പാരത്രിക ലോകത്തിൻ്റെ പ്രത്യേകതയാണെന്ന് റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഓരോ നിമിഷങ്ങളിലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അത് മനസ്സിലാക്കി അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആ നാഥനാരോ, അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവൻ്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ, അവന് വേണ്ടി മാത്രമേ ബലിയർപ്പണം നടത്താവൂ, അവന് വേണ്ടി മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ. ഈ കൃത്യമായ ആദർശം, അതിൻ്റെ ശക്തമായ വാചകങ്ങളിലൂടെ ലോകത്ത് വന്നുപോയ എല്ലാ മഹാന്മാരായ പ്രവാചകന്മാരും വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു പോയവരാണ്. മനുഷ്യനെ തന്നെ സൃഷ്ടിച്ചു പരിപാലിച്ചു പോരുന്ന രക്ഷിതാവിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് മഹാന്മാരായ പ്രവാചകന്മാരെല്ലാം ലോകത്ത് വന്നത്. തങ്ങളെപ്പോലെയുള്ള സൃഷ്ടികളിലേക്ക് പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് തങ്ങളെപ്പോലെയുള്ള സൃഷ്ടികളോട് പ്രാർത്ഥിക്കുകയും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അവരുടേതായ പ്രത്യേകമായ ഉപകാരോപദ്രവങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിച്ചുവിടാൻ, സൃഷ്ടികളെ വിട്ട് സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് മടങ്ങൂ ജനങ്ങളെ എന്ന ഏറ്റവും വലിയ സത്യം, അത് ലോകത്തിൻ്റെ മുമ്പിൽ പറയാൻ വേണ്ടിയാണ് മഹാന്മാരായ മുഴുവൻ പ്രവാചകന്മാരും വന്നത്. അതാണ് മഹാനായ നമ്മുടെ നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ അമ്പിയാക്കന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ആദർശമാണ് ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ സർവ്വപ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത് ആ കാര്യമാണ്. ഇതിലൂടെ പ്രിയമുള്ളവരെ, മുസ്ലിമീങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സർവ്വ മനുഷ്യരും എന്താണ് മനസ്സിലാക്കേണ്ടത്? സർവ്വ മനുഷ്യരോടും എല്ലാവരോടും ആർക്കും തർക്കമില്ലാത്ത ഒരു യാഥാർത്ഥ്യം അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യരെ, ഈ പ്രപഞ്ചത്തിൽ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. നിങ്ങൾ ജീവിക്കുന്ന ഭൂമിയും അതുപോലെ തന്നെ ആകാശങ്ങളും, അതുപോലെ നിങ്ങളുടെ തന്നെ ശരീരവും, അതുപോലെ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളുമെല്ലാം പരിശോധിച്ചു നോക്കിയാൽ ഇവിടെ ഏതെങ്കിലും ഒരു വസ്തുവിനെ, അത് നിങ്ങളുടെ ശരീരത്തിലാവട്ടെ, നിങ്ങൾ താമസിക്കുന്ന ചുറ്റുപാടുകളിലെ സസ്യലതാദികളിലോ ജന്തുജാലങ്ങളിലോ ആവട്ടെ,
അതേ ഒരുപാട് താരങ്ങളും അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനുമൊക്കെ സ്ഥിതി ചെയ്യുന്ന ആകാശലോകത്താവട്ടെ എല്ലാ രൂപത്തിലുള്ള ഒട്ടേറെ അത്ഭുതകരങ്ങളായ സൃഷ്ടിജാലങ്ങളും അതുപോലെ തന്നെ സസ്യലതാദികളും അതേ ധാരാളമായി പരന്നു കിടക്കുന്ന ഈ ഭൂമിയിലും അതുപോലെ തന്നെ ഭൂമിയിലെ തന്നെ ആഴിയിലും കടലിലും വെള്ളത്തിലുമൊക്കെ എവിടെ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാലും അറൂനീ പടച്ച റബ്ബന സർവ മനുഷ്യരെയും വെല്ലുവിളിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ ബുദ്ധിജീവികളോടും മനുഷ്യരോടും എല്ലാ വിഭാഗം ആളുകളോടും ഖുർആൻ പറയുന്നു, അറൂനി നിങ്ങൾ എനിക്ക് കാണിച്ചതായോ റബ്ബല്ലാതെ ആരെങ്കിലും എന്തിനെങ്കിലും ഇവിടെ സൃഷ്ടിച്ചവരുണ്ടോ? ആർക്കെങ്കിലും ഇന്ന് വരെ അതിന് മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിലോ ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു ഭാഗമോ അല്ലാഹുവല്ലാത്ത മറ്റാരെങ്കിലും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഏതെങ്കിലും ചെറിയ നിലക്കെങ്കിലും ഒരു സൃഷ്ടാവ് പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളയല്ലാതെ ഉണ്ട് എന്ന് ആർക്കെങ്കിലും ഇന്നുവരെ സ്ഥാപിക്കാൻ സാധ്യമായോ? ഒരാൾക്കും സാധ്യമല്ല, ഒരു മതവിശ്വാസിക്കും സാധ്യമല്ല, മതമില്ലെന്ന് പറയുന്നവനും സാധ്യമല്ല. സർവ മനുഷ്യരോടും അതുകൊണ്ട് അല്ലാഹ് ആവശ്യപ്പെടുന്നു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ മനുഷ്യരെ, ഓ മാനവ സമൂഹമേ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ വിളിച്ചു പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ റബ്ബാരാണ് അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാണവൻ. ഭൂമിയെ സംവിധാനിച്ചു തന്നവനാണവൻ. ആകാശത്തെ സംവിധാനിച്ചു തന്നവനാണവൻ. നിങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിത്തീരാൻ ഉതകുന്ന നിലക്ക് നിങ്ങൾക്ക് വെള്ളം മഴയിറക്കിത്തരുന്ന നാഥനാണവൻ. ഇതൊക്കെയെല്ലാം നിങ്ങൾ അറിയുന്നവരായിരിക്കെ ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദാ വഅൻതും തഅലമൂൻ. നിങ്ങൾ ഇതൊക്കെ അറിയുന്നവരായിരിക്കെ ആ അല്ലാഹുവിന് ഒരു നിലക്കും ഈ കാര്യത്തിലൊന്നും ഒരു പങ്കാളിയുമില്ലല്ലോ. നിങ്ങളുടെ സൃഷ്ടിപ്പിലോ നിങ്ങളുടെ മുമ്പുള്ള മനുഷ്യരെ സൃഷ്ടിച്ചതിലോ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിലോ മഴ തരുന്നതിലോ സസ്യലതാദികളെ മുളപ്പിക്കുന്നതിലോ നിങ്ങൾക്ക് അന്നം തരുന്നതിലോ ഇവിടെ നടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിലോ റബ്ബിനല്ലാതെ റബ്ബിന് ഒരു പങ്കാളിയും ഇല്ല. റബ്ബാണ് അതിൻ്റെ എല്ലാ കേന്ദ്രവും എന്ന് നിങ്ങൾക്കറിയുന്നവരായിരിക്കെ പിന്നെ എന്തിനാണ് നിങ്ങൾ അവന് സമന്മാരെ സങ്കല്പിക്കുന്നത്? ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദാ. നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ സങ്കല്പിക്കരുത്, സമന്മാരെ നിങ്ങൾ നിശ്ചയിക്കരുത്. അല്ലാഹ് മനുഷ്യ സമൂഹത്തോട് പറഞ്ഞതാണ്, ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും പറഞ്ഞതാണ്, അള്ളാഹ്ക്ക് സമന്മാരെ സങ്കല്പിക്കരുത്. എങ്ങനെയാ അല്ലാഹുവിന് സമന്മാരെ സങ്കല്പിക്കൽ? അത് വേറെ ഏതൊക്കെയോ മതങ്ങളാണ് ചെയ്യുന്നത്. മറ്റു പല മതങ്ങളിലും ബഹുദൈവ വിശ്വാസങ്ങളുണ്ട്. അത് പല ക്രിസ്തീയ വിശ്വാസങ്ങളിലും പല ഹൈന്ദവ വിശ്വാസങ്ങളിലും ബുദ്ധ ജൈന മതവിഭാഗങ്ങളിലുമൊക്കെ ബഹുദൈവ വിശ്വാസം അവരുടെ അടിത്തറ തന്നെയാണ്. ഓരോ ആളുകൾക്കും അവരവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള മണ്ണാണ് ഇന്ത്യ രാജ്യം. ഞാൻ അതിലേക്കല്ല പോകുന്നത്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശക്തമായ ഈ ഇസ്ലാമിൻ്റെ ആദർശത്തെ പറയുന്നു എന്നവകാശപ്പെടുന്നവർ, ഞങ്ങൾ അതിൻ്റെ ആളുകളാണെന്ന് പറയുന്ന മുസ്ലിമീങ്ങളാണെന്ന് അവകാശപ്പെടുന്ന കക്ഷികൾ പോലും ഈ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഈ ആദർശത്തെ ശരിക്കും മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ പോയല്ലോ എന്ന സങ്കടകരമായ യാഥാർത്ഥ്യം അതേ ലോകത്തുള്ള ജനങ്ങളോട് വളരെ സ്നേഹത്തോടെ മുജാഹിദ് പ്രസ്ഥാനം കുറേ കാലമായി ഈ സമുദായത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓ ജനങ്ങളെ, റബ്ബുൽ ആലമീനിന് പങ്കുകാരെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ പോലെ മറ്റൊരു അള്ളയുണ്ട് എന്ന് പറയുന്നത് മാത്രമല്ല, അല്ലാഹുവിനുള്ള ഗുണവിശേഷണങ്ങളെ ആർക്കെങ്കിലും നമ്മൾ സങ്കല്പിച്ചു പോയാൽ പടച്ച റബ്ബ് കേൾക്കും പോലെ കേൾക്കുന്നവരുണ്ടെന്നോ, അല്ല കാണും പോലെ കാണുന്നവരുണ്ടെന്നോ, അല്ല അറിയും പോലെ അറിയുന്നവരുണ്ടെന്നോ,
അള്ളാഹു നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് പോലെ അതേ നമുക്കതൊക്കെ ചെയ്തു തരാൻ വേണ്ടി അള്ളയതാ അവൻ്റെ മഹാന്മാരെ തെരഞ്ഞെടുത്തിരിക്കുകയാണെന്നും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും വരുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാളപ്പുറം നിങ്ങൾ ഈ മഹാത്മാക്കളോടാണ് ചോദിക്കേണ്ടത്, അവരോടാണ് തേടേണ്ടത്, അവരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന രൂപത്തിൽ ജനങ്ങളിലേക്ക് പുരോഹിതന്മാർ ഇസ്ലാമിൻ്റെ പേരിൽ പല ആശയങ്ങളും കൊണ്ടുവരുമ്പോൾ അതേ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നു, അരുത് ജനങ്ങളെ, കേൾക്കുന്നത് ഇസ്ലാമല്ല, ഇസ്ലാമിൻ്റെ സിദ്ധാന്തം അതല്ല. ഇസ്ലാം പറയുന്നത് റബ്ബിനെ പോലെ കേൾക്കുന്നവരില്ല, റബ്ബ് കാണുന്നത് പോലെ കാണുന്ന ഒരു ശക്തിയും ലോകത്തില്ല. അല്ല കേൾക്കും പോലെ കേൾക്കാൻ കഴിവുള്ള ഒരു ശക്തിയെയും അല്ല പഠിച്ചിട്ടില്ല. എല്ലാം കേൾക്കാൻ കഴിവുള്ള വേറൊരു ശക്തി ഉണ്ടെന്ന് അല്ല പറഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ന ആളുകളെയൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അവർക്ക് ഞാൻ എല്ലാ കഴിവുകളും വിട്ടുകൊടുത്തിരിക്കുന്നു. ഞാൻ കാണും പോലെ അവരും എല്ലാം കാണും, ഞാൻ കേൾക്കും പോലെ അവരും എല്ലാം കേൾക്കും. അവർക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുവാനുള്ള കഴിവ് ഞാൻ അങ്ങ് മൊത്തത്തിൽ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ അവരെ വിളിച്ചോ, അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞോ, അവരോട് പ്രാർത്ഥിച്ചോളൂ, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചോളൂ എന്ന് പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹു ഒരിടത്തും ജനതയെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാനോ സമർത്ഥിക്കാനോ ലോകത്ത് ഒരു ശക്തിയെ കൊണ്ടും സാധ്യവുമല്ല. മറിച്ച് അല്ലാഹ് എന്താ പറയുന്നത്? അല്ലാഹ് പറയുന്നത്, അല്ലാഹു റബ്ബുൽ ആലമീൻ വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ രക്ഷിതാവ് പറയുന്നു. ആരാണ് നിങ്ങളുടെ രക്ഷിതാവ്? ഞാൻ നേരത്തെ പറഞ്ഞ അതേ രക്ഷിതാവ്. ആ നാഥന് മാത്രം പറയാൻ കഴിവുള്ള ഒരു കാര്യമാണ്. ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ എന്ന് പടച്ച റബ്ബല്ലാതെ അത് പറയാൻ അവകാശമുള്ള ഒരു ശക്തി ലോകത്തുണ്ടോ? കാരണം അവന്റെ അറിവിന്റെ വിപുലത എത്രയാണ്! അല്ലാഹുവിനെ പോലെ അറിവുള്ള ഒരാൾ ആരാ ലോകത്തുള്ളത്? പടച്ച റബ്ബിന്റെ ഖുദ്റത്ത് എത്രയാണ്! അവന്റെ കഴിവ് പോലെ കഴിവുള്ളവരാരാ ഉള്ളത്? നാം ലോകത്തിന്റെ ഏത് മുക്കുമൂലയിൽ നിന്നും അവനോട് വിളിച്ച് തേടിയാൽ നമ്മുടെ പ്രാർത്ഥന ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും അവൻ അറിയാതെ പോകുന്നില്ല. അവനറിയാതെ ഒരു പ്രാർത്ഥനയില്ലല്ലോ. വിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു. അദൃശ്യത്തിന്റെ താക്കോലുകൾ അല്ലാഹുവിന്റെ അടുക്കലാണ്, അവനല്ലാതെ അത് അറിയുന്നവനില്ല. എല്ലാം അറിയുന്ന അവന്റെ അറിവിന്റെ ആ വിശാലത ഇനിയും തുടർന്നുകൊണ്ട് പറയുന്നു, വയഅലമു മാ ഫിൽ ബർരി വൽ ബഹരി. കരയിലും കടലിലുമുള്ളതിനെ കുറിച്ച് മുഴുവനും അവനാണ് അറിയുന്നവൻ. കര, കടൽ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം പെട്ടുകഴിഞ്ഞു. അതിലുള്ള എല്ലാത്തിനെയും അവൻ അറിയാം. അങ്ങനെ ഒരു ശക്തി ലോകത്താരാ ഉള്ളത്? പ്രിയമുള്ളവരെ, ഏത് നിഷ്പക്ഷരായ മനുഷ്യനും ആലോചിച്ചുകൂടെ? കരയിലും കടലിലുമുള്ള വസ്തുക്കളെ ഒന്നൊഴിയാതെ അറിയുന്നവൻ ആരുണ്ട്? ഇനിയും അല്ലാഹ് പറയുന്നത് നോക്കൂ, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ, ഒരു ഇല പോലും കൊഴിഞ്ഞ് താഴെ വീഴുന്നില്ല. ഇല്ലാ യഅലമുഹാ, അതവൻ അറിഞ്ഞിട്ടല്ലാതെ. ലോകത്ത് കോടാനുകോടി വൃക്ഷങ്ങളില്ലേ പ്രിയമുള്ള ജനങ്ങളെ? കോടാനുകോടി വൃക്ഷങ്ങളുള്ള ഈ ഭൂമി, അതിൻ്റെ ഏതു ഭാഗത്ത് നിന്ന് ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ഇലയെങ്ങാനും താഴെ കൊഴിഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു അറിയുന്നുണ്ട്. അത്രത്തോളം സൂക്ഷ്മമായിട്ട് അവനാണ് അറിയുന്നവൻ. ഓ മനുഷ്യരെ, അവനവന്റെ വീട്ടുമുറ്റത്തുള്ള ഒരു മാവിൽ നിന്നോ ഒരു ചെടിയിൽ നിന്നോ ഒരു ഇലയെങ്ങാനും താഴെ വീഴുന്നത് പോലും, കൺമുമ്പിലുള്ള ഒരു ചെടിയിൽ നിന്ന് വീഴുന്നത് പോലും അറിയാൻ മനുഷ്യന് സാധ്യമാണോ? പ്രപഞ്ചത്തിന്റെ നാഥൻ അവകാശപ്പെടുന്നു, കരയിലും കടലിലുമുള്ളത് മുഴുവൻ അവൻ അറിയാം.
ഒരു ഇല പോലും താഴെ വീഴുന്നില്ല അവൻ അറിയാതെ കണ്ട്. വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. എല്ലാം അവൻ്റെ അറിവിൻ്റെ വിശാലതയാണ് പ്രിയമുള്ളവരെ. ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു സംസാരിക്കുന്നില്ല. എല്ലാ നിലക്കും അവൻ്റെ അറിവാണ് റബ്ബുൽ ആലമീൻ അതിലൂടെയാ പറയുന്നത്. അത്രത്തോളം അറിവുള്ള റബ്ബ്. ആ റബ്ബ് നമ്മുടെ ഒരു പ്രാർത്ഥന അറിയാതെ പോകുമോ? നാം അവനോട് ചോദിക്കുന്നത് അവൻ കേൾക്കാതെ പോകുമോ? നമ്മെ അവൻ കാണാതെ പോകുമോ? നമ്മുടെ സങ്കടങ്ങൾ അവനോട് പറയുമ്പോൾ അവനത് കേൾക്കാതെ പോകുമോ? അവനേക്കാൾ നമ്മളോട് അർഹമായവൻ ആരാ ഉള്ളത്? നമ്മോട് കാരുണ്യമുള്ള ശക്തി വേറെ ആരാ ഉള്ളത്? അങ്ങനെ ഒരു വിശ്വാസം നമുക്കില്ലല്ലോ മറ്റൊരു ശക്തി ഉണ്ടെന്ന്. അല്ലാഹുവിനെ നമ്മൾ പറയുന്നത് അർഹമുർ റഹീമീൻ, ഏറ്റവും അധികം കരുണ ചെയ്യുന്ന കാരുണ്യത്തിന്റെ കേന്ദ്രമല്ലേ റബ്ബുൽ ആലമീൻ. ആ റബ്ബിനോട് പറയൂ, അവനെ വിളിച്ചു പ്രാർത്ഥിക്കൂ, അവനോട് സങ്കടം പറയൂ. അവന് മാത്രമേ നമ്മുടെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ളൂ. എല്ലാത്തിൻ്റെയും അധികാരം അവൻ്റെ കയ്യിലാണ്. അതേ രാവിലെ ഉണരുമ്പോൾ മുസ്ലിമേ നമ്മളെന്താ പറയുന്നത്? അല്ലാഹുമ്മ ബിക അസ്ബഹ്നാ വബിക അംസൈനാ വബിക നഹ്യാ വബിക നമൂതു വഇലൈകൻ നുശൂർ. അല്ലാഹുവേ നിന്റെ പ്രത്യേകമായ ഖുദറത്തിലായിക്കൊണ്ടാണ് ഞാൻ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റത്. നിന്റെ കഴിവിലാണ് ഞാൻ വൈകുന്നേരത്തിലും എത്തുന്നത്.